പി ദിവ്യയുടെ ഭർത്താവ് അജിത്തിന്റെ പരാതിയിൽ അപകീർത്തി കേസ്. രാജൻ ജോസഫ് എന്നയാൾക്കെതിരെ കണ്ണപുരം പോലീസാണ് കേസെടുത്തത്. അപകീർത്തിപ്പെടുത്താനും സ്പർദ്ധ വളർത്താനും ശ്രമിച്ചെന്ന് എഫ്ഐആർ. സുനിൽ ഐസക് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. സുനിൽ, ഈ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്? അതോടൊപ്പം തന്നെ നേരത്തെ ഈ സോഷ്യൽ മീഡിയയിൽ ദിവ്യയുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഇത്തരത്തിൽ അപകീർത്തികരമായ കാര്യങ്ങളൊക്കെ തന്നെ, പോസ്റ്റുകളൊക്കെ തന്നെ ഉണ്ട്, അത്തരത്തിൽ നിയമ നടപടി എടുക്കുമെന്ന്. അതുമായി കൂട്ടി വായിക്കേണ്ടതാണോ ഇതും? സ്നേഹ, അത് അങ്ങനെയല്ല. അതായത് ഈ ദിവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത് അല്പസമയം മുമ്പാണ്. എന്നാൽ ദിവ്യയുടെ ഭർത്താവ് അജിത്ത് കണ്ണപുരം പോലീസിൽ പരാതി നൽകിയത് നേരത്തെയാണ്. അതായത് 10 ദിവസങ്ങൾക്ക് മുമ്പാണ് അജിത്ത് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള പരാതി പോലീസിൽ നൽകിയത്. അതിൽ പക്ഷേ ആദ്യമായിട്ടാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. കണ്ണപുരം പോലീസ് കേസെടുത്തിരിക്കുന്നത് രാജൻ ജോസഫ് എന്നയാൾക്കെതിരെയാണ്. ഇയാൾ യൂട്യൂബ് വീഡിയോകളിലൂടെ ദിവ്യയെ മല്ലൂരിലെ കുടുംബത്തെയും അപമാനിച്ചു എന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. ഇതിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപകീർത്തിപ്പെടുത്താനും സമൂഹത്തിൽ സ്പർദ്ധ വളർത്താനും ശ്രമിച്ചു എന്നാണ് ഈ എഫ്ഐആറിൽ പറയുന്നത്. പക്ഷേ എഫ്ഐആറിൽ ആരുടെ പേരിലാണ് കേസെടുത്തതെന്നില്ല. എഫ്ഐആറിൽ കൃത്യമായി പറഞ്ഞത് അൺനോൺ, കൃത്യമായി അറിയാത്ത ആളുടെ പേരിലെന്നാണ്. പക്ഷേ കണ്ണപുരം പോലീസുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ രാജൻ ജോസഫ് എന്ന ആളുടെതിരെയാണ് ഇപ്പോൾ പരാതി കേസെടുത്തിരിക്കുന്നതെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത് യൂട്യൂബിനോട് ഇത് സംബന്ധിച്ച് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് പോലീസ്. അത് യൂട്യൂബ് സ്ഥിരീകരിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഇത് ഉറപ്പിക്കാൻ കഴിയൂന്നാണ് CI പറയുന്നത്. എന്തായാലും രാജൻ ജോസഫ് എന്നയാൾക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിനു മുമ്പ് ഏതാണ്ട് ഉച്ചയോടുകൂടി പി ദിവ്യ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് തന്നെയും തന്റെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്താൻ വലിയ തോതിൽ ശ്രമം നടക്കുന്നു, അത്തരം ആളുകൾക്കെതിരെ പരാതി നൽകും, നിയമപരമായി തന്നെ അവർക്കെതിരെ പോരാട്ടം നടത്തുമെന്ന തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരാൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. എന്തായാലും കണ്ണപുരം പോലീസിൽ ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു പരാതി അജിത്ത് നൽകിയത്. ശരി സുനിൽ.